ശക്തി പോയി കഴിഞ്ഞതും ഗൗരി വേഗം അടുക്കളയിലെ ജോലിയെല്ലാം തീർത്തു. സഹായിക്കാൻ വന്ന അച്ഛനെ കൊണ്ടൊന്നും ചെയ്യിച്ചില്ല പെണ്ണ്. എങ്കിലും അച്ഛനും മുത്തശ്ശനും ഓരോ വിശേഷങ്ങൾ പറഞ്ഞ് അവൾക്കരികിൽ തന്നെ നിന്നു. പറയുന്നതിലധികവും ശക്തിയെക്കുറിച്ച് തന്നെയായിരുന്നു. കുഞ്ഞിലെ മുതലുള്ള അവൻ്റെ ദേഷ്യം, വാശി, അങ്ങനെയെല്ലാം. അതിലവളെ ഏറ്റവും ഞെട്ടിച്ച് കളഞ്ഞത് സുഭദ്ര അപ്പച്ചിയുടെ മകനാണ് അവനെന്ന് തന്നെയാണ്. സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു കാര്യം. തറവാട്ടിൽ നിന്നും കാരസ്ഥൻ്റെ മകനോടൊപ്പം ഒളിച്ചോടിപ്പോയെന്ന് മാത്രമേ ആ അപ്പച്ചിയെക്കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. ഒരു ഫോട്ടോ പോലും കണ്ടിട്ടില്ല. അച്ഛനിൽ നിന്നും അപ്പച്ചിയെക്കുറിച്ച് കൂടുതൽ അറിയി അച്ചമ്മയോട് വല്ലാത്തൊരു ദേഷ്യം തോന്നിപ്പോയിരുന്നു ഗൗരിക്ക്. സ്വന്തം മകളോട് പോലും തോന്നാത്ത ദയ എങ്ങനെ തന്നോടും രാഖിയോടും എങ്ങനെ കാണിക്കാനാണ്? രാഖിയെക്കുറിച്ച് ഓർത്തതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. കണ്ടിട്ട് തന്നെ മാസങ്ങൾ പിന്നിടുന്നു. ജീവിതം തന്നെ കൈവിട്ടു പോയ താൻ അവളെക്കുറിച്ച് അന്വേഷിക്കാൻ മറന്നു. എവിടെയായാലും സന്തോഷത്തോടെ ജീവിച്ചാൽ മതി. ഒത്തിരി സങ്കടം തോന്നി. കരയുമ്പോഴൊക്കെയും ഓർത്തിട്ടുണ്ട് അവൾ. കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെക്കാൾ കൂടുതൽ കരയുന്നത് ഒരു പക്ഷേ അവളായിരുന്നേനെ. അച്ചുവിൻ്റെ ഓർമ്മയിൽ അത്രയും സ്നേഹത്തോടെ അവളിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവളെ ഒന്ന് വിളിച്ചു തരാൻ ആ ഭ്രാന്തിനോട് ചോദിച്ചാലോ? മനസ്സിലായി ഓർത്തതും മറ്റൊരു ചിന്തയാണ് അവൾക്കുള്ളിലേക്ക് കടന്നു വന്നത്. രുദ്രേട്ടൻ്റെ അനീതിയാണെന്ന് പറഞ്ഞാൽ അയാൾ ഒരിക്കലും വിളിക്കാൻ സമ്മതിക്കില്ല. വഴക്ക് പറയും. ഓരോന്നും ഓർത്തുകൊണ്ട് മുട്ടിലേക്ക് കവിൾ അമർത്തി വെച്ചവൾ ബാൽക്കണിയിൽ നിലത്തായിരുന്നത് കൊണ്ടാണ് ഈ ആലോചന മുഴുവനും. അച്ഛനും മുത്തച്ഛനും ഊണ് കഴിച്ച് ഉച്ചയുറക്കത്തിന് പോയി. അപ്പോൾ കയറി വന്നതാണ് ഇങ്ങോട്ട്. ഇവിടെ നിൽക്കുമ്പോഴൊക്കെയും ആ ഭ്രാന്തൻ എവിടെയുണ്ടെന്ന് തോന്നും. എവിടെ നിന്ന് തന്നെ കൂർപ്പിച്ച് നോക്കുന്ന പോലെ ഓർത്തുകൊണ്ട് ഒരു ചിരിയുടെ മുന്നിൽ കാണുന്ന വയലിലേക്ക് മിഴികൾ പായിച്ചവൾ ഇന്നലെ വൈകിട്ട് അങ്ങോട്ട് നോക്കുന്നതിന് ഇവിടെ ഒരു മതിൽ കേട്ടുമെന്ന് പറഞ്ഞത് ഓർത്തുപോയവൾ. സത്യത്തിൽ അവൾ പോലും അറിയാതെ അവൾ ഓർക്കുന്നതും ചിന്തിക്കുന്നതുമെല്ലാം അവനെക്കുറിച്ച് മാത്രമായിരുന്നു. എന്ത് ചിന്തിച്ചാലും മുടക്കം എത്തി നിൽക്കുന്നത് ആ ഭ്രാന്തനിൽ തന്നെയായിരിക്കും. ഉള്ളിൽ അത്രയും ആഴത്തിൽ ആ ഒരുവൻ വേറിട്ട് തുടങ്ങിയത് ആ നിമിഷവും ഗൗരി അറിഞ്ഞില്ല. കണ്ണുകൾ ചിമ്മി തുറക്കുമ്പോൾ എല്ലിന്നുറങ്ങിപ്പോകുന്നത് പോലൊരു വേദന അവൾ അറിഞ്ഞു. കൈയും കാലും എല്ലാം തളർന്നു പോയതുപോലെ, അടിവയറ്റിൽ കത്തി തുളച്ച് കയറി ഇറങ്ങുന്നത് പോലൊരു നോവ്. ഒരു നിമിഷം കൊണ്ട് അവളുടെ കണ്ണ് നിറഞ്ഞു. വേദന കൊണ്ടുള്ള ഒരു ഞരക്കം മാത്രം അവളിൽ നിന്നും ഉയർന്നു. അവൾ ഉണർന്നതും കാത്തിരുന്നവൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഹൃദയം പിടയും പോലൊരു വേദന. ശരീരത്തിൽ അവൾ അനുഭവിക്കുന്ന വേദന ഹൃദയം കൊണ്ട് അവനും പങ്കിട്ടെടുത്തു. ആദ്യമായി ഇഷ്ടം തോന്നിയ പെണ്ണ്, ഹൃദയം കീഴടക്കിയ പെണ്ണ്, ആരാണെന്നും എന്താണെന്നും ഒക്കെ അറിഞ്ഞപ്പോൾ മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചതാണ്. പാടില്ലായിരുന്നു, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും അവൾക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു. കാവിനുള്ളിൽ കൈകൾ കൂപ്പി തൊഴുതു നിൽക്കുന്ന ഒരു കുഞ്ഞു പെണ്ണിനെ ഓർമ്മ വന്നുപോയി മഹിക്ക്. മഞ്ഞ പട്ടുപാവാട കൊടുത്ത് നീളമുള്ള മുടിയിഴകൾ കുളിപ്പിന്നിൽ കെട്ടി നെറ്റിയിൽ കളഭക്കുറി മാത്രം ചാർത്തിയ ഒരു രൂപം. ആദ്യമായും അവസാനമായും തൻ്റെ മനസ്സിൽ പതിഞ്ഞുപോയ രൂപം. 2 ദിവസത്തോളം അതേസമയം അവളെ അവിടെ വെച്ച് കണ്ടു. കൂടെ മറ്റൊരു പാവക്കുട്ടിയും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയും ചിരിയുമൊക്കെയുണ്ട്. പക്ഷെ മറ്റൊരാളെയും മുഖമുയർത്തി നോക്കുക പോലും ചെയ്യില്ല. ഭൂമിയെപ്പോലും നോവിക്കാതെ നടക്കുന്ന 2 പെൺകുട്ടികൾ. അതിൽ ഒരുവളോട് വാത്സല്യം തോന്നിയപ്പോൾ മറ്റൊരുവളോട് തോന്നിയത് ഇന്നോളം ആരോടും തോന്നാത്ത ഒരു ഇഷ്ടമായിരുന്നു. പക്ഷെ മാടമ്പി തറവാട്ടിലെ ആണെന്ന് അറിഞ്ഞപ്പോൾ ഒരിക്കലും തൻ്റെ ഇഷ്ടം നടക്കാൻ പോകുന്നില്ലെന്ന് കരുതി മനഃപൂർവ്വം മറക്കാൻ ശ്രമിച്ചു. അവളെ കാണാൻ ശ്രമിച്ചില്ല. പിന്നീട് എപ്പോഴോ ഡയറക്ടർ വിഘ്നേഷുമായി വിവാഹം കഴിഞ്ഞതും അറിഞ്ഞു. നഷ്ടബോധമായിരുന്നില്ല തോന്നിയത്, ഹൃദയം കീറി മുറിക്കുന്നത് പോലൊരു നോവ്. ഇനി ഒരിക്കലും കാണാനാവില്ലെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചപ്പോൾ ഈശ്വരൻ അവളെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. തൻ്റെ കാലി പിടിച്ച് കുഞ്ഞിനെ കൊല്ലരുത്, രക്ഷിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞത് ഇന്നും ഓർമ്മയുണ്ട്. അതിൽ പിന്നെ ഒരു രാത്രിയും സമാധാനം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. കണ്ണടച്ചാൽ വിങ്ങിക്കരയുന്നവളുടെ മുഖം ഇപ്പോൾ വീണ്ടും അതിലേറെ നോവിക്കുന്ന അവസ്ഥയിൽ മുന്നിൽ കൊണ്ടിട്ടിരിക്കുന്നു. എൻ്റെ കുഞ്ഞ്. പതിയെ ഞരങ്ങിക്കൊണ്ടുള്ള അവളുടെ ചോദ്യമാണ് മഹിയെ ഓർമ്മകളിൽ നിന്ന് ഉണർത്തിയത്. കാതുകൾ അവളിലേക്ക് അടുപ്പിച്ചതും അവ്യക്തമായി അവൾ പറയുന്നത് അവൻ കേട്ടു. ഈ അവസ്ഥയിലും അവൾ അന്വേഷിക്കുന്നത് കുഞ്ഞിനെയാണെന്ന് ഓർക്കെ മഹിയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്തു പറയും അവളോട്? ഇത്രയും കാലം അവൾ പൊതിഞ്ഞു പിടിച്ച ജീവൻ നഷ്ടമായെന്നോ? ഇനി ഒരിക്കലും അമ്മയാവാൻ സാധിക്കാത്ത വിധം യൂട്രസ് തന്നെ റിമൂവ് ചെയ്തിരിക്കുകയാണെന്നോ? എല്ലാം അറിയുമ്പോൾ അവളത് സഹിക്കുമോ എന്ന് പോലും അറിയില്ല. എൻ്റെ കുഞ്ഞ് പോയല്ലേ? പതിയെ പറഞ്ഞിട്ട് ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് വിരുമ്പി തുടങ്ങിയതും സഹിക്കാനാവാതെ മഹി അവളിൽ നിന്ന് മുഖം തിരിച്ചു. കരയല്ലേ, ശരീരമിളക്കാൻ പാടില്ല. ആവുന്ന വിധം അവളെ വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഓരോ നിമിഷവും മഹി തോറ്റുപോയിരുന്നു. ഒരു നിമിഷം കഴിഞ്ഞതത്രയും അവളുടെ ഓർമ്മകളിൽ നിന്നും മാഞ്ഞു പോയിരുന്നുവെങ്കിൽ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോയവൻ
എനിക്ക് എനിക്ക് വേദനിക്കുന്നു. വാക്കുകൾ പെറുക്കിയെടുത്തുകൊണ്ട് അവൾ വീണ്ടും പറഞ്ഞതും മഹി ഇനിയും അത് കാണാൻ വയ്യാതെ ഉറങ്ങാനുള്ള മരുന്ന് അവളിലേക്ക് കുത്തിവെച്ചു. കണ്ണുകൾ അടഞ്ഞു പോകുമ്പോൾ നന്ദിയോടെ മഹിയെ നോക്കിയവൾ. ആ നോട്ടം പോലും അവൻ്റെ നെഞ്ചിൽ തറച്ചു. കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞവൻ ഉള്ളിൽ അവളെ ആ വിധമാക്കിയവരുള്ള പക നിറഞ്ഞു. മൂന്നും നാട്ടിൽ ഇല്ലെന്നാണ് ശക്തി അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. തിരിച്ചെത്തുന്നവരെ ക്ഷമയോടെ കാത്തിരിക്കണമെന്നും അവൻ പറഞ്ഞു. ഇരു ചെവി അറിയാതെ തീർക്കണം. ഇവൾ എഴുന്നേറ്റ് നടക്കുമ്പോൾ മൂന്നും ഈ ഭൂമിയിൽ ബാക്കിയുണ്ടാവില്ല. അത്രയും ഉറപ്പോടെ ഉള്ളിൽ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പതിയെന്ന് തൊട്ടുമഹി. ഇനി ഒരു കുഞ്ഞു നോവും അവൾക്കുണ്ടാവരുത് എന്ന വാശിയോടെ. ശക്തി, താൻ ഇറങ്ങുവാണോ? കാറിൽ കയറുന്നതിന് മുൻപ് പുറകിൽ നിന്നും കേട്ട ചോദ്യത്തിൽ അവനൊരു നിമിഷം നിന്നു. വിളിച്ചത് DGP വിശ്വനാഥനാണെന്ന് കണ്ടതും അയാൾക്കൊരു സല്യൂട്ട് നൽകാനും ശക്തി മറന്നില്ല. ഹേയ്, എന്താടോ ഇത്? നമ്മൾ തമ്മിൽ ഇത്തരം ഫോർമാലിറ്റീസ് ഒക്കെ വേണോ? അടുപ്പത്തോടെ അയാൾ ചോദിക്കുമ്പോൾ പോകുന്ന റൂട്ട് എങ്ങോട്ടാണെന്ന് ശക്തിക്ക് മനസ്സിലായിരുന്നു. പുച്ഛത്തോടെ ഒരു ചിരി വന്നു പോയവനിൽ എത്രയോ തവണ നേരിട്ടും അല്ലാതെയും തൻ്റെ എതിർപ്പ് അറിയിച്ചിരിക്കുന്നു. എന്നിട്ടും ലോകത്ത് വേറെ ആണുങ്ങളില്ലാത്തതുപോലെ മകളെയും കൊണ്ട് തൻ്റെ പുറകെ നടക്കുന്നു. വല്ലാത്തൊരു ദേഷ്യം വന്നു പോയവനിൽ. ഒപ്പം ഇന്ന് നേരത്തെ ഇറങ്ങിയതുപോലും കാലത്ത് പോരുമ്പോൾ യാത്രയയക്കാൻ വന്നു നിന്ന മുഖത്തെ ഓർത്തു മാത്രമാണ്. അവൾക്കരികിലെത്താൻ വൈകിക്കുന്ന എന്തിനോടും മടങ്ങാത്ത ദേഷ്യമാണ് ശക്തിക്ക്. സാർ വിളിച്ച കാര്യം പറയൂ. ദീർഘമായി എന്ന് നിശ്വസിച്ചുകൊണ്ട് അവൻ ചോദിച്ചതും അവൻ്റെ ദേഷ്യം മനസ്സിലായതുപോലെ അയാളൊന്ന് പുഞ്ചിരിച്ചു. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് മകൾ ഇവന് വേണമെന്ന് വാശി പിടിക്കുന്നത്. ACP ശക്തിവേദിൻ്റെ ദേഷ്യത്തിന് പോലും ആരാധകരുണ്ടെന്നാണ് സംസാരം. അത്യാവശ്യം കുരുത്തക്കേടുകൾക്കും അഴിമതികൾക്കും കൂട്ടു നിൽക്കുന്നത് കൊണ്ട് മന്ത്രിമാർക്കിടയിലും നല്ലൊരു ഹോൾഡ് ഉണ്ടവനും. ഇന്ന് ഡിന്നർ വീട്ടിലാവാം ശക്തി. വാണിയും ഇന്ന് ഫ്രീയാണ്. നിങ്ങൾക്കൊന്നിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയുമാവാം. അയാൾ പറഞ്ഞു നിർത്തിയതും ശക്തിയിൽ ഒരു ചിരി വിരിഞ്ഞു. സോറി സാർ, എൻ്റെ ഭാര്യ വീട്ടിൽ ഞാൻ വരുന്നതും കാത്തിരിക്കുന്നുണ്ടാകും. അങ്ങനെയുള്ളപ്പോൾ ഒരു അന്യ സ്ത്രീക്കൊപ്പം സമയം ചിലവഴിക്കുന്നത് ശരിയല്ലല്ലോ. ഇനി സാറിന് മാത്രമേ നിർബന്ധമാണെങ്കിൽ ഞാൻ വീട്ടിൽ ചെന്ന് അവളെയും കൂട്ടി വരാം. ശക്തി പരിഹാസത്തോടെ പറഞ്ഞു നിർത്തുമ്പോൾ ഞെട്ടലോടെ അവനെ നോക്കി നിന്ന് പോയിരുന്നു വിശ്വനാഥൻ. ശക്തി, താൻ? ഹോ സോറി സാർ, പറയാൻ വിട്ടുപോയതാണ്. എൻ്റെ വിവാഹമായിരുന്നു കഴിഞ്ഞ ദിവസം. ആരെയും അറിയിക്കാൻ സാധിച്ചില്ല. എല്ലാം പെട്ടെന്നായിരുന്നു. അവളെ കണ്ടു, ഇഷ്ടപ്പെട്ടു, കെട്ടി. ഇപ്പോൾ വീട്ടിലുണ്ട്. ശക്തി, അപ്പോൾ എൻ്റെ മോള്? നിങ്ങളുടെ വിവാഹം? എൻ്റെ വിവാഹം ഞാൻ ആരുമായും ഇതുവരെയും ഉറപ്പിച്ചിട്ടില്ല. ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. ഇനി സാറിന് വാക്ക് തന്നത് ആരാണോ സാർ അവരെ വിളിച്ച് ചോദിക്കൂ. എന്നാൽ ഞാൻ അങ്ങോട്ട് പറയുന്നതിനൊപ്പം ഒരു സല്യൂട്ട് കൂടി കൊടുത്തുകൊണ്ട് അവൻ കാറിലേക്ക് കയറി. അപ്പോഴും കേട്ട കാര്യങ്ങളൊന്നും വിശ്വസിക്കണോ ഉൾക്കൊള്ളാനോ ആവാത്തതുപോലെ നിൽക്കുകയായിരുന്നു വിശ്വനാഥൻ. ഒടുക്കം ശക്തി ജയിക്കാൻ അത് വെറുതെ പറഞ്ഞതായിരിക്കുമെന്ന് കരുതിയൊരു ചിരിയുടെ അയാൾ തൻ്റെ ഒഫീഷ്യൽ വാഹനത്തിലേക്ക് കയറി. ശക്തിയുടെ കാർ വരുന്ന ശബ്ദം കേട്ടത് ഗൗരിയുടെ നെഞ്ചിടിപ്പൊന്ന് ഉയർന്നു പോയി. സമയം 6 കഴിഞ്ഞിട്ടുണ്ട്. പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് ഇത്രയും നേരവും. അച്ഛനും മുത്തച്ഛനും എല്ലാം TV മുന്നിലാണ്. അവർക്കൊപ്പമാണ് ഇരിക്കുന്നതെങ്കിൽ പോലും ഒരു 100 തവണയെങ്കിലും അവളുടെ കണ്ണുകൾ മുന്നിലെ ക്ലോക്കിലേക്ക് പാഞ്ഞിട്ടുണ്ടാവും. ആ ആൾ വീട്ടിലുണ്ടായാൽ മതിയെന്നുള്ളൂ ഗൗരിക്ക്. അതിൽ കൂടുതലൊന്നും വേണ്ട. കണ്ണൻ എന്ന് നേരത്തെ വന്നല്ല അച്ഛാ. ഇനി മുതൽ ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അച്ഛൻ പറയുമ്പോൾ മുത്തച്ഛനും ഒരു നിശ്വാസത്തോടെ അതിന് മറുപടി നൽകി. ഇരുവരുടെയും സംസാരം കേട്ടിരിക്കുന്ന ഗൗരിയുടെ മുഖത്തും അവൾ പോലും അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവർ പറയുന്നതിലും കാര്യമുണ്ട്. അല്ലെങ്കിൽ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞാൽ നേരെ പോലീസ് ക്ലബിലേക്കാണ് പോക്ക്. പിന്നെ ക്ലബ് അടയ്ക്കുമ്പോഴാണ് വീട്ടിലേക്ക് കയറി വരിക. അച്ഛനും മുത്തശ്ശനും ഓർക്കുമ്പോഴേക്കും ശക്തി അകത്തേക്ക് കയറി വന്നിരുന്നു. വന്നതേ അവൻ്റെ കണ്ണുകൾ ആദ്യം തേടിയതും ഗൗരിയാണ്. തന്നെ കണ്ടതും ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് തല കുണിച്ച് നിൽക്കുന്നവളെ കാണി ശക്തിയുടെ മുഷ്ടി ചുരുണ്ടു. സോഫയിലിരിക്കുന്ന അച്ഛനെയും മുത്തശ്ശനെയും ഒന്ന് നോക്കിക്കൊണ്ട് അവൾക്കരികിലേക്ക് നടന്നവൻ. ഗൗരിയുടെ കൈകൾ ഉടുത്തിരിക്കുന്ന സാരിയിൽ മുറുകുന്നതും കണ്ണുകൾ പിടയ്ക്കുന്നതുമൊക്കെ ശക്തി കണ്ടു. മുഖത്തേക്ക് നോക്കടി. നിന്റെ തന്ത അവിടെ പെറ്റി കിടക്കുന്നുണ്ടോ? ഏത് നേരവും തലയും കൊമ്പിട്ട് അങ്ങോട്ട് നോക്കാൻ. തീർത്തും ഗൗരവത്തിൽ ചോദ്യം. ഒരു ഞെട്ടലോടെ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കിപ്പോയിരുന്ന ഗൗരി. തീക്ഷ്ണമായ നോട്ടമാണ് അവിടെ. ഒരു നിമിഷം ഗൗരിയുടെ കണ്ണുകൾ ദയനീയമായി അച്ഛനിലേക്കും മുത്തച്ഛനിലേക്കും നീണ്ടു. അവൾക്കൊപ്പം ശക്തിയുടെയും കൂടിയായതും അത്ര നേരം അവളെ ദയനീയമായി നോക്കിയെന്ന അച്ഛനും മുത്തച്ഛനും ഒരുപോലെ TV നോക്കി. നിന്റെ നാക്ക് അവിടെയാണോ? എൻ്റെ അറിവിൽ നിനക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, വിൽക്കില്ല. അതുകൊണ്ട് മേലിൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ മൂളിക്കൊണ്ടിരുന്നാൽ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നേ. പിന്നെ ഇത് നിന്റെ മാടമ്പി തറവാടല്ല. അതുപോലെ ഇപ്പോൾ നീ അവിടുത്തെ ശ്രീദേവി തമ്പുരാട്ടിയുടെ അടിമയുമല്ല, ശക്തിവേദിൻ്റെ ഭാര്യയാണ്. അതും എപ്പോഴും ഓർമ്മ വേണം. മനസ്സിലായോ നിനക്ക്?
ഒന്നുകൂടി അവൾക്ക് അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് അവൻ ചോദിച്ചതും അവളുടെ കണ്ണുകൾ അവൻ്റെ കണ്ണിൽ തന്നെ തറഞ്ഞു നിന്നു. അത്ര നേരം അവളെ വിരട്ടിക്കൊണ്ടിരുന്ന അവൻ്റെ കണ്ണുകൾ പെണ്ണിൻ്റെ ആ ഒരു നോട്ടത്തിലൊന്ന് പതറിപ്പോയി. നെഞ്ചിലൊരു പിടച്ചിൽ പോലെ. അവളുടെ കണ്ണിൽ തെളിയുന്ന ചുവന്ന വരകളോട് പോലും വല്ലാത്തൊരു പ്രിയം. ഒരു നിമിഷം കൊണ്ട് ശക്തി അവയിൽ നിന്നും നോട്ടം വെട്ടിച്ചു മാറ്റി. ഒന്നുകൂടി അവളെ നോക്കാൻ നിൽക്കാതെ മുകളിലേക്കുള്ള പടികൾ കയറിയവൻ. ദേഷ്യവും അത്ഭുതവും ഒരുപോലെ അവനിൽ നിറഞ്ഞു. ഒരു പെണ്ണിൻ്റെ നോട്ടത്തിന് മുന്നിൽ വായടഞ്ഞു പോകുന്നതും പതറിപ്പോകുന്നതും ഒന്നും ശക്തിവേദിന് അംഗീകരിച്ചു കൊടുക്കാനാവുന്ന കാര്യമല്ല. അവൻ പോകുന്നത് കണ്ടതും അത്ര നേരം പിടിച്ചു വെച്ച ശ്വാസം വിട്ടു ഗൗരി. അടുത്ത നിമിഷം തന്നെ നോക്കിയിരിക്കുന്ന അച്ഛനെയും മുത്തച്ഛനെയും ഒരുപോലെ കൂർപ്പിച്ചു നോക്കി. പെട്ടെന്നുള്ള അവളുടെ ഈ ഭാവം രണ്ടാളിലും കൗതുകവും സന്തോഷവുമാണ് നിറച്ചത്. പ്രായത്തിന് ചേരാത്ത അവളുടെ മൗനം അവരെയും വേദനിപ്പിച്ചിരുന്നതാണ്. എപ്പോഴൊക്കെയോ അവളെടുത്തണിഞ്ഞ ഒരു മുഖംമൂടി പോലെ 2 ദിവസങ്ങൾ കൊണ്ട് ചെറുതല്ലാത്ത മാറ്റങ്ങൾ അവളിലും കാണുന്നുണ്ട്. അതിനെല്ലാം കാണാം ഇപ്പോൾ കലിപ്പിച്ചുകൊണ്ട് കയറിപ്പോയവനും. എൻ്റെ പൊന്നു മോളെ, നിന്റെ അച്ഛമ്മയോട് വേണമെങ്കിൽ ഞങ്ങൾ എതിർക്കും. എന്നാൽ ആ പോയവനോട് ദേഷ്യം വന്ന പ്രായമോ ബന്ധമോ ഒന്നും നോക്കില്ലവൻ. നിന്റെ കാര്യത്തിലാകുമ്പോൾ തീരെയില്ല. അച്ഛൻ ദയനീയമായി തങ്ങളുടെ അവസ്ഥ പറഞ്ഞതും എവിടെ ഒരു സന്തോഷമാണ് അവൾക്ക് തോന്നിയത്. അവരെ നോക്കി പതിയെ പുഞ്ചിരിച്ചുകൊണ്ട് ഗൗരി നേരെ അടുക്കളയിലേക്ക് ചെന്നു. ഇതിലിപ്പോൾ ആരാരെയാ മാറ്റുന്നത് ശേഖര? ഗൗരി പോകുന്നത് നോക്കിയിരുന്ന മുത്തച്ഛൻ്റെ വകയാണ് ചോദ്യം. അച്ഛൻ പാതിയൊന്ന് ചിരിച്ചു. മോളല്ല അച്ഛൻ മാറുന്നത്, അവന് മാറ്റമൊന്നും വരില്ല. ചിലപ്പോൾ അവൾക്ക് വേണ്ടി സ്വയം നിയന്ത്രിക്കുമായിരിക്കും, അതിൽ കൂടുതലൊന്നും സംഭവിക്കില്ല. അച്ഛൻ അത്രയും പറഞ്ഞു നിർത്തുമ്പോൾ ആശ്വാസത്തോടെ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു മുത്തശ്ശനിൽ. എന്നും തല്ലും വഴക്കും സസ്പെൻഷനുമൊക്കെ നടക്കുന്നത് കാണുമ്പോൾ ഉള്ളിൽ പേടിയായിരുന്നു. അവനൊരു ജീവിതം ഉണ്ടായി കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്നാൽ പോലും അവൻ്റെ കൈ പിടിച്ച് വരുന്ന പെൺകുട്ടിക്ക് അവനെയും അവൻ്റെ സ്വഭാവത്തെയും അംഗീകരിക്കാൻ സാധിച്ചില്ലെങ്കിലോ എന്നുള്ള ഭയവും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ആദിയെല്ലാം ആകുന്നതുപോലെ ദേഷ്യത്തോടെയാണെങ്കിൽ പോലും അവൾക്ക് വേണ്ടിയാണ് അവൻ ഓരോന്നും പറയുന്നത് പോലും. ഒരു തരത്തിൽ പറഞ്ഞാൽ ശക്തിയല്ല ഗൗരിയാണ് മാറേണ്ടത്. ആരുടെയും കാൽ കീഴിൽ തലക്കൊമ്പിട്ടല്ല ജീവിക്കേണ്ടതെന്നും ആദ്യം മനസ്സിലാക്കേണ്ടതും അവളാണ്. ജീവിതത്തിൻ്റെ വർണ്ണങ്ങൾ എന്തൊക്കെയാണ് തിരിച്ചറിയേണ്ടത് അവളാണ്. അതും പറഞ്ഞു കൊടുക്കേണ്ടത് അവനും. ദേഷ്യമോ ആജ്ഞയോ എന്തോ ആയിക്കോട്ടെ, അവളെ തല ഉയർത്തി നിൽക്കാനാണ് അവൻ പറഞ്ഞു പഠിപ്പിക്കുന്നത്. അവനിങ്ങനെ പറയാനേ അറിയൂ എന്നത് മറ്റൊരു സത്യം. ശക്തി കുളിച്ചിറങ്ങുമ്പോൾ ടേബിളിൽ കോഫി മൂടി വെച്ചിരിക്കുന്നത് കണ്ടു. കണ്ണുകൾ അവൾക്ക് വേണ്ടി അലഞ്ഞതും ആളെ ബാൽക്കണിയിൽ നിൽക്കുന്നത് കണ്ടു. കോഫി എടുത്ത് കുടിച്ചുകൊണ്ട് തന്നെ അവൻ അവൾക്കരികിലേക്ക് നടന്നു. ബാൽക്കണിയിലേക്ക് ചെന്നതേ ശക്തിയുടെ കണ്ണുകളൊന്ന് കുറുകി. മിഴികൾ അവളിൽ മാത്രമായി തറഞ്ഞു നിന്നു. ഒരു കൈ വയറിൽ ചേർത്ത് വെച്ച് മറുകൈ കൊണ്ട് കണ്ണുകൾ തുടയ്ക്കുന്നുണ്ട് ഗൗരി. അവളുടെ നോട്ടം പോകുന്ന പാത കൂടി കണ്ടതേ പെണ്ണ് ചിന്തിച്ച് കൂടുന്നത് എന്തായിരിക്കുമെന്നും എന്തിനെക്കുറിച്ചായിരിക്കുമെന്നും അവനും മനസ്സിലായി. മുന്നിലെ പാടത്തിലൂടെ അടുത്ത വീട്ടിലെ സ്ത്രീ അവിടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുന്ന തിരക്കിലാണ്. 1-2 വയസ്സ് കാണും കുഞ്ഞിന്. ഇടയ്ക്ക് ചിരിക്കുന്നു, ചോറ് നീട്ടുമ്പോൾ മുഖം വെട്ടിക്കുന്നു. ഒരു കുഞ്ഞു കുറുമ്പൻ. ഒരു നിമിഷം അതൊന്ന് നോക്കി നിന്ന ശക്തിയുടെ നോട്ടം വീണ്ടും അവളിൽ തന്നെ ചെന്ന് നിന്നു. ആ സമയം ഉള്ളിൽ തോന്നുന്ന വികാരം എന്താണെന്ന് മാത്രം ശക്തിക്ക് മനസ്സിലായില്ല. പക്ഷെ ദേഷ്യപ്പെട്ടും വാക്കുകൾ കൊണ്ടും അവളെ വേദനിപ്പിച്ച് നോവിക്കാനാവാത്തതുപോലെ, അതുപോലെ ഒന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കാനും കഴിയില്ല. ഒന്നും ചെയ്യാതെ അവളെ വിളിക്കാതെ അങ്ങനെ തന്നെ നിന്നു ശക്തി. കുറച്ച് സമയത്തിന് ശേഷം കണ്ണുകൾ ഒന്ന് അമർത്തി തുടച്ച് ഗൗരി തിരിഞ്ഞതും മുഖം അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നതും ഒരുമിച്ചായിരുന്നു. പെട്ടെന്നായതുകൊണ്ട് പെണ്ണൊന്ന് ഞെട്ടി. കരഞ്ഞത് അവൻ കണ്ടാൽ വഴക്ക് കേൾക്കുമെന്ന് ഉറപ്പാണ്. കാരണം കൂടി അറിഞ്ഞാൽ ചിലപ്പോൾ ഒരു തല്ലും കിട്ടും. ഓർത്തുകൊണ്ട് മുഖം കുനിച്ച് നിന്നവൾ. നേരത്തെ ഞാൻ പറഞ്ഞത് ഇത്ര വേഗം മറന്നുപോയോ ഗൗരി? മുന്നിൽ നിൽക്കുന്നവളെ നോക്കി കടുപ്പത്തിൽ വീണ്ടും ചോദിക്കുമ്പോൾ വേഗം തന്നെ അവനെ നോക്കിപ്പോയവൾ. എന്തായാലും വഴക്ക് കേൾക്കും, ഇതിനും കൂടി ഇനി കേൾക്കാൻ വയ്യ. അടുത്ത നിമിഷം അവളെ ഞെട്ടിച്ചുകൊണ്ട് ശക്തി അവളെ തിരിച്ചു നിർത്തി പുറകിലൂടെ ഇടുപ്പിൽ ചുറ്റിപ്പിടിച്ചു. വിറച്ചു പോയവൾ. ഉരുക്ക് പോലുള്ള അവൻ്റെ കൈകൾ സാരിക്കിടയിലൂടെ പാഞ്ഞു കയറി പൊതിഞ്ഞു പിടിക്കുന്നതറിയെ ഗൗരി തൻ്റെ മിഴികൾ ഇറുക്കിയടച്ചു. അവളുടെ പുറം ശക്തിയുടെ നെഞ്ചിൽ അമർന്നു. മുഖം കുനിച്ച് തൻ്റെ നെഞ്ചൊപ്പം മാത്രം പൊക്കമുള്ള അവളുടെ കാതിലേക്ക് ചുണ്ടുകൾ അമർത്തി വെച്ചവൻ. എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത അവസ്ഥയിലായിരുന്നു ഗൗരി. ദേഷ്യമാണോ സങ്കടമാണോ തോന്നുന്നത് എന്നൊന്നും അറിയില്ല. ദേ, ഇവിടെ തുടിക്കേണ്ടത് എൻ്റെ ജീവനാണ് ഗൗരി, എൻ്റെയും നിൻ്റെയും ജീവൻ. മനസ്സിലായോ നിനക്ക്? ശ്വാസത്തിൽ കുതിർന്നു പോയ അവൻ്റെ വാക്കുകൾ ഹൃദയം ഒന്നാഞ്ഞു മിടിച്ചു നിന്നതുപോലെ ഒരു നിമിഷം വേണ്ടി വന്നു ഗൗരിക്കവൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയെടുക്കാൻ. എന്നിട്ടും വാക്കുകൾ തീർത്ത അനുഭവത്തിൽ നിന്നും പുറത്തു വരാൻ കഴിയാത്തതുപോലൊരവസ്ഥ. ആ നിമിഷം ഉള്ളിൽ നുരഞ്ഞു പൊന്തിയ നിർവൃത്തിക്ക് എന്ത് പേരിടണമെന്ന് പോലും അവൾക്കറിയില്ലായിരുന്നു.
ഒരു വാക്ക് പോലും പറയാതെ അവൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങി നിന്നവൾ കൂടുതലൊന്നും പറയാതെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനും കയ്യിലെ കോഫി ഒന്ന് സിപ്പ് ചെയ്തു.